ഭൂമിശാസ്ത്രം മനസ്സിലാക്കണം. ഒന്നാമത് സ്ഥലപരിമിതി, പിന്നെ ഈ പറയുന്ന വെള്ളത്തിന്റെ സാമീപ്യം, മണ്ണിന്റെ ഘടന, ഇതെല്ലാം നോക്കിയിട്ട് വേണം കേരളത്തിലെ ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊരു തീരുമാനം, ഫൈനൽ തീരുമാനം എടുക്കാവൂ. അത് അവസാന ഘട്ടത്തിലാകുകയും ചെയ്യരുത്. ഇതിന്റെ കാര്യത്തിൽ NH-66 കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. അത് കമ്മീഷൻ ചെയ്യാൻ പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ വരുന്നത്. ഇനിയിപ്പോ ഈ പറഞ്ഞതുപോലെയാണ്, ഒരുപാട് പേര് ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി അടക്കം ഫ്ലക്സ് വെച്ചിരിക്കുകയാണ്. ഈ നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലക്സ് എല്ലാം ഒഴുകി അറബിക്കടലിൽ പോകും. ആ അവസ്ഥയിലേക്കാണ് പാതയുടെ സ്ഥിതി വരുന്നത്. അതുകൊണ്ട് ഇപ്പൊ മിക്കവാറും അവരൊക്കെ ഫ്ലക്സ് ഒക്കെ എടുത്ത് മാറ്റിക്കാണും, അവകാശം സ്ഥാപിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ഒക്കെ മാറ്റിക്കാണും. അഭിപ്രായത്തിൽ ഒരു 2-3 നല്ല മഴക്കാലം കഴിഞ്ഞ ശേഷം മാത്രം ഇത് തുറന്നാൽ മതി എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളിലേക്ക് പോകും. ആളുകളുടെ ജീവനാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. കാറിന്റെ പുറത്തോട്ട് വീണെങ്കിലും കാറിനുണ്ടായിരുന്നവരെല്ലാം രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ദുരന്തം തൃശ്ശൂരിന് മലപ്പുറത്തിനടുത്ത് തന്നെ അവിടെ സംഭവിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആലോചന വേണം, നമ്മുടെ മണ്ണിനെ അറിയണം, ആ സ്ഥിതി അറിഞ്ഞിട്ടേ ഇതൊക്കെ അവസാന ഉത്തരവാകാവൂ എന്ന് ഒരു അഭിപ്രായം കൂടി എനിക്ക് പറയാനുണ്ട്.